അല്ല അല്ല ഞാനിപ്പോൾ എന്താ പറയാ, ഞാൻ എന്തിനോടെ നിന്ന്. നല്ല പാടം, നല്ല ആകാശം, ഇത്രയൊക്കെ ഉള്ളൂ. സോ ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അനദർ ലോങ് വീഡിയോ. ലോങ് വീഡിയോ ഇടുന്ന് പറഞ്ഞുകൊണ്ട് മാത്രം ഇടുന്നൊരു ലോങ് വീഡിയോ ആണത്. ബിക്കോസ് എനിക്ക് ലോങ് വീഡിയോക്ക് കണ്ടന്റ് ഇല്ല. ഞാൻ ഷോർട്സ് മാത്രം ചെയ്തുകൊണ്ട് പോകുന്ന, ജീവിച്ചുകൊണ്ട് പോകുന്ന ഒരു പാവം കൊച്ചാണ് ഞാൻ. ഇത് മനസ്സിലാക്കൂ. ആൻഡ് എനിക്ക് ഈ കമന്റ് കണ്ടപ്പോൾ എനിക്ക് ലോങ് വീഡിയോ ഇടണമെന്ന് തോന്നി. പ്രത്യേകിച്ച് കണ്ടന്റ് ഒന്നും ഇല്ല എന്നാലും. ബട്ട് എൻ്റെ ചാനലിൽ കുറേ അധികം ആൾക്കാർ പുതിയ ചാനൽ തുടങ്ങാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരുണ്ട്. പുതിയ ചാനൽ തുടങ്ങാൻ എന്തൊക്കെ വേണമെന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാരുണ്ട്. ഇതൊന്നും അറിയാണ്ടിരിക്കുന്ന കുറേ ആൾക്കാരുണ്ട്. ലൈവ് ഇടുമ്പോഴായാലും ഈ കമന്റ്സ് ഇഷ്ടമായി കാണാറുണ്ട്. സോ എന്നാൽ പിന്നെ ആ ഒരു വീഡിയോ ഇതാക്കാന്ന് വിചാരിച്ചു. ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ, ഞാൻ ഉപയോഗിക്കുന്ന സാമക ജന്മക വസ്തുക്കൾ, ഇങ്ങനെ തന്നെയല്ലേ പറയണേ, ആ സാധനങ്ങളും പിന്നെ ചാനൽ തുടങ്ങാൻ ഞാൻ ഉപയോഗിക്കുന്ന സാധനങ്ങളും. ഇപ്പം എന്തൊക്കെ ഉളത്തരം പറഞ്ഞിട്ടുണ്ടെന്ന് എനിക്ക് പോലും അറിഞ്ഞൂടെ. ഞാൻ കുറേ ഉളത്തരം ഇപ്പം തന്നെ പറഞ്ഞു കഴിഞ്ഞു. ആൻഡ് ഇനി ഞാൻ ഉളത്തരം പറഞ്ഞു പോയി കഴിഞ്ഞാൽ നേരലാവും. സോ കുറച്ച് സാധനങ്ങൾ അത്രേ ഉള്ളൂ. നമുക്ക് പോവാം, കാണാൻ പോവാം, ബാ. സോ ഗൈസ്, നമുക്ക് ഫസ്റ്റ് നമ്മുടെ റൂമിൽ നിന്ന് തന്നെ തുടങ്ങാം. ദിസ് ഈസ് മൈ ഹോളി പൂപ്പിക്കുട്ടി റൂം. അവിടെ എൻ്റെ ഡ്രോയിങ് ഇത് പല ലൈവിലും നിങ്ങൾ കണ്ടിട്ടുണ്ട്. ആൻഡ് ദിസ് ഈസ് മൈ ബെഡ്. 2 ബെഡുകളും കൂടി അടുപ്പിച്ചിട്ടാൽ ഒരു വലിയ ബെഡ്. ആൻഡ് ഇവിടെ നിന്നാണ് ഞാൻ എൻ്റെ കോമഡി സ്കിറ്റിൻ്റെ സ്ക്രിപ്റ്റൊക്കെ എഴുതുന്നത്. ഇതെൻ്റെ ട്രൈപോഡ്, ഇതെൻ്റെ ഫേവറേറ്റ് പേന, ഇതെൻ്റെ GTR, എൻ്റെ കോണ്ടന്റ് ക്രിയേഷൻ ജേർണിയിൽ ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്ത 3 ബുക്കുകളാണ്. ഇതില്ലാണ്ട് ഞാൻ ജീവിക്കില്ല. ആൻഡ് ഇതെൻ്റെ സ്റ്റഡി ടേബിൾ ആയിരുന്നു. ഞാൻ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഞാൻ സ്റ്റഡി ചെയ്തുകൊണ്ടിരുന്ന ടേബിൾ. ആൻഡ് ഇതെൻ്റെ ഷെൽഫ്. ഇത് ഈ ചാനലിലെ സുന്ദരൻ. ഈ ഷെൽഫൊന്നും തുറക്കാൻ പറ്റില്ല, കാരണം നിറയെ ഇതെൻ്റെ അച്ഛൻ വർക്ക് ചെയ്യുന്ന വർക്കിംഗ് സ്പേസ്. ആൻഡ് ഈ വീട്ടിലെ ഏറ്റവും കൂടുതൽ വൃത്തിയുള്ള റൂം എൻ്റെ റൂമാണ്. കണ്ടോ എന്തൊരു വൃത്തിയാ. ഈ ദിവസത്തേക്ക് മാത്രമുള്ളേ. ആൻഡ് അവിടെ ആരോ ഗിഫ്റ്റ് തന്നൊരു സാധനം. ആൻഡ് ഇതാണ് എൻ്റെ ഹോൾ റൂം. ഇനി നമുക്ക് ഓരോന്നായിട്ട് ഞാൻ ആ ബുക്കിൻ്റെ കാര്യമൊക്കെ പറഞ്ഞുതരാം. ഓക്കെ, ആദ്യം തന്നെ ഞാൻ ഒരു കാര്യം പറയാം. നിങ്ങൾ ഫസ്റ്റത്തെ ഇൻട്രോ കണ്ടുണ്ടാവും, പിന്നെ ഈ റൂം കാണിക്കണ കണ്ടുണ്ടാവും. ഈ റൂം ഇതുപോലെയല്ല കിടക്കുന്നത്. ഈ വീട്ടിലെ ഏറ്റവും കച്ചറ റൂമും ഏറ്റവും വൃത്തിയായിട്ട് റൂമും എൻ്റെയാണ്. സോ ഇതിപ്പോൾ ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടി വൃത്തിയാക്കിയ മാത്രമാണ്. ഇത് വൃത്തിയാക്കി ഇടാണ്ട് വീഡിയോ എടുത്തു കഴിഞ്ഞാൽ എൻ്റെ അമ്മ എൻ്റെ അനിയത്തിയും എന്നെ ചീത്ത പറയും. സോ അതുകൊണ്ടാണ് ഞാൻ വൃത്തിയാക്കിയിട്ടത്. പിന്നെ ഞാൻ പറയാൻ വന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇൻട്രോ എടുത്ത സമയത്തും ഈ റൂം കാണിച്ച സമയത്തും ഉറക്കത്തിൽ നിന്ന് എണീറ്റുള്ളൂ. ഉറക്കത്തിൽ നിന്നിട്ട് പല്ല് വെച്ച് ഡ്രസ്സ് ഇട്ട് നേരെ വന്ന് വീഡിയോ ഇട്ടു. ഫുഡ് പോലും കഴിച്ചില്ല. സോ അതിൻ്റെതായ എനർജി കുറവ് അതിൻ്റെ അകത്തുണ്ട്, ഇതിൻ്റെ അകത്തും ഉണ്ട്. കാരണം ഞാൻ ലോങ് വീഡിയോ എടുക്കാത്ത ഒരാളാണ്. ഇനി ഞാൻ പറഞ്ഞു കുഴപ്പിക്കില്ല, നിങ്ങൾ ഇപ്പം തന്നെ ബോറടിച്ച്. ഞാൻ ഓരോരോ സാധനങ്ങളായിട്ട് എടുത്തുകൊണ്ടുവരാം. ആൻഡ് ഫസ്റ്റ് എൻ്റെ 3 ബുക്ക്. പിന്നെ ഞാൻ യൂസ് ചെയ്യുന്നത് വലിയ എക്സ്പെൻസീവ് ആയിട്ടൊരു ട്രൈപോഡൊന്നും അല്ല. ആമസോൺ ബേസിക്സിന്റെ ഒരു ഇത്ര ഹൈറ്റ് ഉണ്ടാവും. എൻ്റെ ക്യാമറ കാണാവോ? ഒരു ഇത്ര ഹൈറ്റ് ഉള്ളൂ. അതിന് ഇവിടുന്ന് ഇവിടം വരെ ഹൈറ്റേ ഉള്ളൂ. ഞാൻ കസേരയുടെ മണ്ടേക്ക് ഇപ്പോഴും കസേരയുടെ മണ്ടേക്ക് കയറ്റി വെച്ചാൽ വീഡിയോ എടുക്കണം. ഇത്ര ഉള്ളൂ ആ ട്രൈപോഡിന്റെ നീളം. ആൻഡ് അത് ഇങ്ങനെ എടുക്കാം, ഇങ്ങനെ എടുക്കാം. പിന്നെ നമ്മൾ ഒരുപാട് ചെരിച്ചു പിടിച്ച് ഷോട്ട് എടുക്കുമ്പോൾ ട്രൈപോഡ് മറിഞ്ഞു വീഴും. ഞാൻ അങ്ങനത്തെ ഷോട്ട് എടുക്കാറില്ല. ഇതിന് വന്ന റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 350, മാക്സിമം 400. ഞാൻ ഈ സാധനങ്ങൾ നിങ്ങൾക്ക് വാങ്ങാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഞാൻ പ്രോഡക്റ്റ് ടാഗ് ചെയ്തിട്ടാകാം. മറ്റൊരു ഷോപ്പിങ്ങിന്റെ ചിഹ്ന സൈഡിൽ വന്നിട്ടുണ്ടാവും. വീഡിയോയുടെ തുടക്കം മുതലേ അത് അവിടെ തന്നെ ഉണ്ടാവും. അതിന്റെ കയറി ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് വാങ്ങാം. ഇതിനാകെ 390, 350 രൂപ മാക്സിമം, ഇത്രേ ഉള്ളൂ. പിന്നെ യൂസ് ചെയ്യുന്നത് ഗെനറോയുടെ മൈക്കാണ്. ഈ മൈക്ക്, ഇതിന്റെ അഡാപ്റ്റർ ഫോണിൽ കുത്തിയാൽ മതി. ഫോണിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. തന്നെ അത്യാവശ്യം ക്വാളിറ്റി ഒക്കെ ഉണ്ട്. 3 മോഡുണ്ട്. ഒന്ന് നോർമല്, പിന്നെ ഒന്ന് മീഡിയം, പിന്നെ ഒന്ന് ഹൈ. നോയിസ് ക്യാൻസലേഷൻ. ഇപ്പൊ ഞാൻ ഫാൻ ഇട്ടുണ്ട്. ഫാനിന്റെ സൗണ്ട് എത്രത്തോളം കിട്ടണമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഫുൾ സ്പീഡുള്ള ഫാൻ ഇട്ടാണ്, എന്നാലും ഒരുവിധമൊക്കെ കട്ട് ചെയ്യും. അത് ഗെനറോയുടെ മൈക്കാണ്. ഇതിന് 1450, 1500 രൂപ. ഇതിന് 1500 രൂപ ഉള്ളതുണ്ട് ഈ സാധനത്തിന്. വേറെ മൈക്കൊന്നും ഇല്ല. ഞാൻ നോക്കിയപ്പോൾ വേറെ മൈക്കൊന്നും നല്ല രീതിയിലില്ല. ഞാൻ കുറഞ്ഞത് നോക്കി. പിന്നെ ഇത് ഞാനിപ്പം ഇത്ര നാള് വീഡിയോ ഷൂട്ട് ചെയ്തുകൊണ്ടിരുന്ന ഈ മൈക്കില്ല. പിന്നെ ഞാൻ ഒരു കാര്യം പറയാം, കോണ്ടന്റ് ക്രിയേഷൻ സ്റ്റാർട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആൾക്കാരാണെങ്കിൽ ഈ മൈക്കിന്റെ ഒരു ആവശ്യമില്ല. ഇത് എന്നെ പോലെ ഒരുപാട് എന്നെ പോലെ അടുത്ത് നിന്നുള്ള ഷോട്ട് എടുക്കുന്ന ആൾക്കാർക്ക് ഈ സാധനത്തിന്റെ ഒട്ടും ആവശ്യമില്ല. കാരണം നമ്മുടെ ഫോണിന്റെ മൈക്ക് തന്നെ ധാരാളം. ഇതിനേക്കാളും ക്വാളിറ്റി ഫോണിന്റെ മൈക്കിലുണ്ട്. ഫോർ എക്സാമ്പിൾ, നിങ്ങൾ ഒരുപാട് ദൂരെ നിന്നിട്ട് നിങ്ങൾ ലോങ് ഷോട്ട് എടുക്കുകയാണെങ്കിൽ നിങ്ങളുടെ ഫോണിന്റെ ക്യാമറയിൽ മൈക്ക് നിങ്ങൾക്ക് കിട്ടത്തില്ല. അതുകൊണ്ട് തന്നെ ഒരു എക്സ്റ്റേണൽ മൈക്കിന്റെ ആവശ്യം എന്തായാലും ഉണ്ട്. പിന്നെ ഗെയിം കളിക്കുന്നവർക്കൊന്നും ഈ മൈക്കിന്റെ ആവശ്യമില്ല. കാരണം വോയിസ് ഓവർ കൊടുക്കുന്ന ആൾക്കാരെ പിന്നെ ഫോൺ അടുത്ത് വെച്ചാൽ നിങ്ങൾ സംസാരിക്കണം. അത് മൈക്ക് നിങ്ങൾ വാങ്ങരുത്. കുറെ ആൾക്കാർ മൈക്കിന്റെ കാര്യം പറയുന്നുണ്ട്. ഗെയിമേഴ്സ് മൈക്കിന് ആവശ്യമില്ല. തുടക്കത്തിൽ തന്നെ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളെ കൊടുത്ത കാശ് പോവുകയും ചെയ്യും. നിങ്ങൾക്ക് പിന്നെ വീഡിയോസ് ഇടാൻ ഒരു മോട്ടീവ് പോയി കഴിഞ്ഞാൽ നിങ്ങളുടെ കാശ് പോകും.
സോ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു സാധനം ഫസ്റ്റ് വാങ്ങണം എന്നുണ്ടെങ്കിൽ ഒരു ട്രൈപോഡ് മാത്രം വാങ്ങുക, അത് മസ്റ്റാണ്. പിന്നെ നമ്മുടെ മെയിൻ കാര്യത്തിലേക്ക് കിടക്കാം. എൻ്റെ ഈ കോണ്ടന്റ് ക്രിയേഷൻ ജേർണിയിൽ ഏറ്റവും കൂടുതൽ സഹായിച്ച 3 ബുക്കുകളാണ് ഈ 3 എണ്ണം, മനസ്സിലായോ? ആൻഡ് ഇതിൽ നമുക്ക് ഫസ്റ്റ് എണ്ണം പറയാം. ഇതിൽ ഫസ്റ്റ് ട്രാക്ക് റെക്കോർഡ് എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. ഇത് ഞാൻ ജിമ്മിൽ പോയ സമയത്ത് മറ്റേ ജിമ്മിന്റെ ബൈസെപ്സിന്റെ നീളവും ചെസ്റ്റിന്റെ നീളവും ഒക്കെ എഴുതി വെച്ചിരുന്ന ഒരു സാധനമായിരുന്നു. പിന്നെ ഞാൻ ഇത് സ്ക്രിപ്റ്റ് എഴുതാൻ വേണ്ടി യൂസ് ചെയ്തു. പിന്നെ ഇതിൻ്റെ അകത്ത് ബാക്കിൽ സ്ക്രിപ്റ്റ്, പക്ഷെ ഫ്രണ്ടിൽ ഞാൻ കുറേ കാര്യങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട്. അത് പുറത്തൊക്കെ പറയുമ്പോൾ നമ്മൾ ക്രിഞ്ചായിട്ടൊക്കെ തോന്നും, ബട്ട് ഇതിപ്പോൾ പറയല്ല. ഇതിപ്പോൾ നിങ്ങൾക്ക് അറിയാൻ ഇത്ര ആഗ്രഹമാണെങ്കിൽ ഈ ലോങ് വീഡിയോക്ക് 10K അടിക്കട്ടെ, അടിക്കാനൊന്നും ഉള്ള അപ്പം ഞാൻ റിവീൽ ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. നിങ്ങൾ വാശി പിടിച്ചു 10K അടിപ്പിക്കുക എന്നാൽ ഞാൻ ചെയ്യാം. ആൻഡ് ഇത് എൻ്റെ ഓരോ മാസത്തെ പ്രോഗ്രസ് എഴുതിയിരിക്കുന്ന ഒരു ബുക്കാണ് ഈ ബുക്ക്. ഓരോ മാസത്തെ പ്രോഗ്രസ് മാത്രമല്ല, എനിക്ക് അടുത്ത ഈ മാസത്തെ പ്രോഗ്രസ് ഞാൻ ഈ മാസം എഴുതി കഴിഞ്ഞാൽ അടുത്ത മാസത്തിലേക്ക് എനിക്ക് വായിച്ചു നോക്കിയാൽ വീഡിയോ എടുക്കാൻ തോന്നണ രീതിയിലുള്ള കുറച്ച് ഡയലോഗ്സ് ഞാൻ അതിൻ്റെ അകത്ത് എഴുതി വെച്ചിട്ടുണ്ട്. ഓരോ മാസം ഞാൻ അത് മാറ്റിക്കൊണ്ടിരിക്കും. സോ എനിക്ക് വീഡിയോ എടുക്കാൻ മടി പിടിച്ചിരിക്കണം, അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നം കൊണ്ട് വീഡിയോ എടുക്കാൻ പറ്റില്ല, ഞാൻ ഇതെടുക്കും അതെടുത്ത് വായിക്കും, അപ്പൊ ഞാൻ ചാർജ് ആവും. മനസ്സിലായോ? ഇതിൻ്റെ അകത്ത് എഴുതി സ്ക്രിപ്റ്റ് ഒക്കെ എഴുതി സ്ഥലം തീർന്നപ്പോൾ ഞാൻ ഈ ഒരു ബുക്ക് എടുത്ത് സ്ക്രിപ്റ്റ് എഴുതാൻ തുടങ്ങി. ഒരു ബുക്ക് നിങ്ങൾ കൊണ്ടുനടക്കണം എന്തുകൊണ്ടും നല്ലതാണ്. കാരണം നിങ്ങളുടെ പ്രോഗ്രസ് എഴുതി വയ്ക്കാൻ പറ്റും, നിങ്ങൾക്ക് അടുത്ത വീഡിയോസ് എന്തൊക്കെ പ്ലാൻ ചെയ്യാൻ പറ്റും. ലിറ്ററലി നിങ്ങൾക്ക് നല്ല രീതിയിൽ യൂസ്ഫുൾ ആവുന്ന ഒരു സാധനമാണ് ബുക്സ്. ഇതൊക്കെയാണ് ഞാൻ യൂസ് ചെയ്യുന്ന സാധനങ്ങൾ. മൈക്ക്, 3 ബുക്ക്, പിന്നെ ഒരു ട്രൈപോഡ്, പിന്നെ മൈക്ക്, 2 മൈക്കാ. ആ മൈക്കിന്റെ സുനാപ്പിളി കുത്തണ സാധനം, അത്രേ ഉള്ളൂ. പിന്നെ പിള്ളേരെ, ഇനി എനിക്ക് പറയാനുള്ള കാര്യം ഞാൻ പറയാം. നിങ്ങൾക്ക് കോണ്ടന്റ് ക്രിയേഷൻ സ്റ്റാർട്ട് ചെയ്യണം, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു കാര്യം ചെയ്യണം എന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടെങ്കിൽ ദൈവത്തെ ഓർത്ത് ഫ്രണ്ട്സോ റിലേറ്റീവ്സോ ആരെങ്കിലും പറയണ കേട്ട് നീ അങ്ങനെ ചെയ്താൽ ശരിയാകത്തില്ല, നിനക്ക് അത് ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി ഇല്ല എന്നൊക്കെ പറയുമ്പോൾ ഒബ്വിയസ്ലി നിങ്ങൾക്കൊരു ഡൗൺഫോൾ ആയിരിക്കും. കാരണം എനിക്കത് ചെയ്യാൻ പറ്റുമെന്നുള്ളൊരു ഇതായിരിക്കും. ഞാൻ 6 വർഷം മുമ്പ് തുടങ്ങിയൊരു ചാനലുണ്ട്. ഇത് നിങ്ങൾ ലൈവിലൊക്കെ കേട്ട് മടുത്ത കാര്യമാണ്, വീണ്ടും ഞാൻ പറയുന്നില്ല. അങ്ങനെ ഞാൻ അന്ന് സ്റ്റോപ്പ് ചെയ്യാൻ ഞാൻ വീണ്ടും എനിക്കൊരു ഇതിൽ ഞാൻ തുടങ്ങി. എൻ്റെ വീട്ടുകാർക്ക് അറിയില്ല, എൻ്റെ ഫാമിലിയിലെ മെമ്പേഴ്സിന് അറിഞ്ഞൂടാ, എൻ്റെ ഫ്രണ്ട്സിന് അറിഞ്ഞൂടാ. ഇപ്പം അറിയാം, ഈ തുടങ്ങിയ സമയത്ത് ആർക്കും അറിഞ്ഞൂടാ. ഒരു 50K കഴിഞ്ഞപ്പോഴാണ് ഇത് ആൾക്കാർക്ക് അറിഞ്ഞു തുടങ്ങിയത്. അപ്പോൾ ഒക്കെ ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ടു. കാരണം നമ്മൾ ഒരു കാര്യം തുടങ്ങുമ്പോൾ എന്തൊരു സാധനം നമ്മൾ പുതിയത് തുടങ്ങിയാലും അത് ക്രിഞ്ചായി മാറും, ഓട്ടോമാറ്റിക്കലി അത് ക്രിഞ്ചായിട്ട് മാറും. നിങ്ങളത് ഗ്രോ ചെയ്തെടുക്കുമ്പോഴായിരിക്കും ആ ക്രിഞ്ചിനും ഒരു ഭംഗി കിട്ടുന്ന ആൾക്കാരറിയാൻ പോകുന്നത്. എന്തൊരു സാധനം തുടങ്ങിയാലും അത് ക്രിഞ്ചിൽ സ്റ്റാർട്ട് ആവുള്ളൂ. പിന്നെ അത് വളർത്തിക്കൊണ്ടുവന്ന് ഒരു ഹിറ്റാക്കേണ്ടത് നിങ്ങളുടെ ആവശ്യമാണ്, അതായത് നിങ്ങളുടെ ഡ്യൂട്ടി അത്. സോ നിങ്ങൾക്കത് ചെയ്യാൻ പറ്റും, എന്തായാലും പറ്റും. കാരണം കൺസിസ്റ്റന്റ് ആയിട്ട് നിങ്ങൾ വീഡിയോ ഇടുക, അല്ലെങ്കിൽ കൺസിസ്റ്റന്റ് ആയിട്ട് എന്ത് ചെയ്താലും നിങ്ങൾക്ക് അതിൻ്റെ റിസൾട്ട് ഉണ്ടാവും. ബെസ്റ്റ് എക്സാമ്പിൾ ആണ് ഞാൻ. ഒരു കഴിവില്ലാണ്ടിരുന്നിട്ട് ഞാൻ ഇവിടം വരെ എത്തിയില്ലേ. നിങ്ങളുടെ സപ്പോർട്ടുകൾ വേണം. നിങ്ങൾക്കൊരു വീഡിയോ ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങളത് ക്രിയേറ്റ് ചെയ്യുക. നിങ്ങൾ ആദ്യം ചെയ്യേണ്ട കാര്യം, നിങ്ങൾ ഒരു പോയിന്റിൽ എത്ര വരെ, അല്ലെങ്കിൽ നിങ്ങൾ എയിം ചെയ്ത സബ്സ്ക്രൈബേഴ്സ് എത്ര വരെ, അല്ലെങ്കിൽ ഫോളോവേഴ്സ് എത്ര വരെ ദൈവത്തെ ഓർത്ത് നിങ്ങളുടെ ഫ്രണ്ട്സിനോട് ഇത് പറയരുത്. അവരെന്തായാലും നിങ്ങളെ കളിയാക്കത്തുള്ളൂ, എന്തായാലും നിങ്ങൾ കളിയാ. അല്ലെങ്കിൽ അത്ര നല്ല ബോണ്ടായിട്ടിരിക്കണവരോ ഓടാ നീ നീ സപ്പോർട്ട് ചെയ്യണ ഫ്രണ്ട്സ് ഉണ്ട് കേട്ടോ. പക്ഷേ മെജോറിറ്റി ഓഫ് ആൾക്കാരും കളിയാക്കാനേ ചാൻസ് ഉള്ളൂ. അതോ എന്താ, നിങ്ങൾ ആരോടും പറയാണ്ടിരിക്കുക. ഇതെനിക്ക് പറഞ്ഞു തരാനുള്ള ഒരു ഉപദേശം, അത്രേ ഉള്ളൂ. നിങ്ങൾ ചെയ്യുക, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ചെയ്തുകൊണ്ടിരിക്കുക, ഇഷ്ടമുള്ള അത്രയും ചെയ്യുക, ഇഷ്ടമുള്ള അത്രയും നേരം ചെയ്യുക, ചെയ്തുകൊണ്ടിരിക്കുക. എവിടെയെങ്കിലും വെച്ച് നിങ്ങൾക്ക് ആ സാധനം അച്ചീവ് ചെയ്യാൻ പറ്റും. 100% ഷുവറാണ്. നിങ്ങളൊരു കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എന്തായാലും ആരും ഇത് കാണാണ്ടിരിക്കില്ല. ആരെങ്കിലുമൊക്കെ കാണൂടാ, ആരെങ്കിലുമൊക്കെ തന്നെ മനസ്സിലാക്കും. ആ ഒരു മൈൻഡ് സെറ്റ് പോവാ. പിന്നെ ഇത് പറഞ്ഞിട്ട് ഉപകാരമുണ്ടോ എന്ന് എനിക്കറിയില്ല. കൃഷ്ണൻ പറഞ്ഞൊരു ഡയലോഗ് ഉണ്ട്, നീ റിസൾട്ടിനെ കുറിച്ച് നീ വറീഡ് ആവണ്ട, റിസൾട്ടിന്റെ കാര്യം ഞാൻ നോക്കിക്കോളാം, നീ ചെയ്താൽ മാത്രം മതി. മറ്റേ താൻ പാതി ദൈവം പാതി സംഭവമില്ലേ, അത് ഞാൻ മറ്റേ എക്സ്ട്രീമായിട്ട് ബിലീവർ ആയതുകൊണ്ടൊന്നും പറയണല്ല. അത് എനിക്കിത് ചെയ്ത് വന്നപ്പം എനിക്ക് അതിൻ്റെ അകത്ത് എന്തോ സത്യം ഉണ്ടെന്ന് തോന്നി, അതുകൊണ്ട് ഞാൻ പറഞ്ഞതാണ്. സോ ഈ വീഡിയോ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ഒന്നുമല്ല, ഒട്ടും ഇൻട്രസ്റ്റിംഗ് അല്ല എന്ന് എനിക്കറിയാം. ചുമ്മാ ഞാൻ ബ്ലാബിൾ അടിക്കുന്നു. പിന്നെ എൻ്റെ കുറച്ച് പിള്ളേർക്ക് കോണ്ടന്റ് ക്രിയേഷൻ സ്റ്റാർട്ട് ചെയ്യണമെന്നുണ്ട്, യൂട്യൂബ് ചാനൽ തുടങ്ങുന്നത് സ്റ്റാർട്ട് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. അതുകൊണ്ട് ഞാൻ ചെയ്തെടുത്തൊരു മാത്രം ഒരു വീഡിയോ ആണ്. എന്തായാലും ഇതാരും ഒട്ടും എന്റർടൈൻമെന്റ് അല്ലാന്ന് എനിക്കറിയാം. സോ ഇതുവരെ കണ്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് അടിക്കുക. പിന്നെ ഈ ഡയറി നിങ്ങൾ 10K വ്യൂസ് അടിപ്പിക്കുക. എനിക്ക് 100K ഇപ്പൊ ആവാറേ, ഒരു 10K വ്യൂസ് അടിപ്പിക്കുക, ഞാൻ കാണിക്കാം. എന്തായാലും അടിക്കൊന്നുമില്ല, ആ ഒരു കോൺഫിഡൻസിലാണ് ഞാൻ ഇത് കാണിക്കേണ്ടതെന്ന് പറയാം. സോ ലവ് യു ഓൾ ഗൈസ്. ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ ഒട്ടും ഇൻട്രസ്റ്റിംഗ് അല്ലാന്ന് എനിക്കറിയാം. ഇതുവരെ കണ്ടതിന് താങ്ക് യു, ബൈ, ലവ് യു.